ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇപ്പോൾ ശിശിര അർച്ചനയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. അർച്ചന അത് പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, അതവിടെ വെച്ച് തട്ടി താഴെ പോകണ്ട, തലവേദന മാറിയാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ, അതുകൊണ്ട് കഴിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയെ കൊണ്ട് ആ മരുന്ന് കഴിപ്പിച്ചിരിക്കുകയാണ്. ശിശിര എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഗോകുലിൻ്റെ റൂമിൽ ഞാൻ കയറുന്നത് അവനിഷ്ടമല്ല, അതുകൊണ്ട് അവിടെ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അതൊന്ന് വിരിച്ചു കൊടുത്തേക്കണേ എന്ന് ശിശിര പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് അർച്ചന പറയുന്നു. ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ശിശിര ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അർച്ചന ഇപ്പോൾ ഗോകുലിൻ്റെ റൂമിലേക്ക് ബെഡ്ഷീറ്റ് വിരിക്കാനായി പോവുകയാണ്. ഇത് കണ്ട് മാറി നിന്ന് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ശിശിര. അങ്ങനെ അർച്ചന അവിടെ ചെന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ അർച്ചനയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതെന്താ കണ്ണടഞ്ഞു പോകുന്നല്ലോ എന്നിങ്ങനെ അർച്ചന വിചാരിക്കുന്നുണ്ട്. ശിശിര ഇപ്പോൾ അർച്ചനയ്ക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിരിക്കുന്നത് അർച്ചന അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം അർച്ചന അവിടേക്ക് മയങ്ങി വീഴുകയാണ് കട്ടിലിലേക്ക്. ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ശിശിര. എന്നിട്ട് അർച്ചനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സംഗതി ഏറ്റു. ശേഷം വന്നിട്ട് സമൃദ്ധി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുലുക്കി വിളിച്ച് നോക്കുന്നുണ്ട് അർച്ചനയെ ശിശിര. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ഒന്നാന്തരം കിടപ്പ് തന്നെ, ഇത്ര വേഗം ഇവള് ബോധം കെട്ടോ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് അർച്ചനയെ പിടിച്ച് കട്ടിലിൽ ഇങ്ങനെ നേരെ കിടത്തുന്നുണ്ട് ശിശിര. എന്നിട്ട് പറയുന്നു, ഗോകുല് വരുമ്പോൾ അവൻ്റെ കട്ടിലിൽ നീ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു മുറി മതി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പാവം, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മറക്കാൻ പറ്റാത്ത രാത്രിയായിരിക്കും എന്നിങ്ങനെ അർച്ചനയെ നോക്കി പറയുകയാണ് ശിശിര. ഇനി ഗോകുല് വരുമ്പോൾ പറയേണ്ടത് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിൻ്റെ ആദ്യ രാത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ ഇങ്ങനെ അർച്ചനയോട് പറഞ്ഞിട്ട് അവിടെ ആ ലൈറ്റും ഓഫ് ചെയ്ത് കതകും അടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശിശിര. ഈ സമയം താഴെ ഇങ്ങനെ വളരെ ടെൻഷനോടെ ശോഭനാമ്മ അവിടെ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശിശിര ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, ഡി എന്ത് തോന്നിവാസമാണ് നീ കാണിച്ചത്? ഇതൊക്കെ ചെയ്യുന്നത് നീയാണെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ, ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, പറഞ്ഞേക്കാം എന്നൊക്കെ ഇങ്ങനെ ശോഭനാമ്മ വളരെ ദേഷ്യത്തോടെ ശിശിരയോട് പറയുന്നുണ്ട്. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, ഇതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ശോഭന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മ മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശിശിര പറയുമ്പോൾ ശോഭനാമ്മ പറയുന്നുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. അമ്മേ, ലോകത്ത് ഭാര്യ ഭരിച്ച പുരുഷൻ അമ്മയുടെ മകൻ മാത്രമല്ല ഉള്ളത്. കുറച്ച് നാൾ ഉള്ളിൽ കുറച്ച് വിഷമമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് നടക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് ഒരു പെൺകുട്ടി ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ വീണ്ടും രണ്ടാമത് വിവാഹം കഴിക്കും. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ശിശിര ഇങ്ങനെ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അവനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ എന്ന് ശോഭനാമ്മ പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഞാനും അവനും ഈ വയറ്റിൽ നിന്ന് തന്നെയല്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് അവനെ നന്നായി അറിയാം. അവൻ എന്തായാലും ഇനി സന്യാസിയൊന്നും ആകാൻ പോകുന്നില്ല എന്നൊക്കെ ശിശിര പറയുമ്പോൾ ഈ ചതി അവൻ പൊറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ശോഭന ശിശിരയോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചതി? ഒരു സഹോദരൻ്റെ ജീവിതം നന്നാക്കാൻ ഒരു സഹോദരി ചെയ്യുന്ന ത്യാഗം, ഇതിനെ അങ്ങനെ കണ്ടാൽ മതി, ചതി പോലും എന്നിങ്ങനെ ശിശിര പറയുമ്പോൾ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ് എന്ന് ശോഭന ചോദിക്കുന്നു. എനിക്കുറപ്പുണ്ട്, 7 വർഷമായി അവൻ്റെ ഭാര്യ മരിച്ചിട്ട്. പക്ഷേ ദൈവം അന്ന് തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൊടുത്തു, അതും പഴയ ഓർമ്മകളൊന്നും ഇല്ലാത്ത ഒരുത്തിയെ. അതെന്തിനായിരുന്നു എന്ന് അമ്മ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ്റെ ഭാര്യയാകാൻ വേണ്ടി തന്നെയാ. ഇത്രയും കാലം ഗോകുലിനത് മനസ്സിലായില്ല. മരിച്ചു പോയവളുടെ ഓർമ്മയിൽ കാലം കഴിച്ചു. ഞാനും ഒരു പെണ്ണാ. അവൻ്റെ മനസ്സിൽ സമൃദ്ധയോട് നല്ല സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. വക്കീലാണെങ്കിലും ഒരു പെണ്ണിനോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇന്നൊരു രാത്രി അവർ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരസ്പരം ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ശിശിര പറയുമ്പോൾ ഗോകുൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശോഭനാമ്മ പറയുന്നുണ്ട്, ദേ അവൻ വരുന്നുണ്ട് എന്ന്. നമ്മളിപ്പോൾ അവൻ കാണണ്ട എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ ശിശിരയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ മുകളിലത്തെ റൂമിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഇപ്പോൾ ശിശിരയും അമ്മയും കൂടെ വന്നിട്ട് പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, അയ്യോ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇന്നത്തെ കൊണ്ട് എല്ലാം ശരിയാകും, മിക്കവാറും ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, നീ നോക്കിക്കോ എന്നൊക്കെ വളരെ ടെൻഷനോടെ ശോഭന ഇങ്ങനെ പറയുന്നു. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നും ശിശിര
അങ്ങനെ ഗോകുൽ ഇപ്പോൾ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അർച്ചന അവിടെ ആ ബെഡിൽ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഗോകുൽ. എന്നിട്ട് റൂം അടച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ശിശിര ഇപ്പോൾ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടായി പോകുന്നത് എന്ന്. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, ഞാനേ അവൻ ആ മരുന്ന് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് ശിശിര. ശോഭനയാണെങ്കിൽ വളരെയധികം ടെൻഷനോടെയാണ് അവിടെ താഴെ നിൽക്കുന്നത്. അങ്ങനെ ശിശിര ഇപ്പോൾ ഗോകുലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ചമ്മലൊന്നും വേണ്ട, സമൃദ്ധ എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ ഈ റൂമിലേക്ക് കൊണ്ടാക്കിയത്. എന്താ വിശ്വാസം വരുന്നില്ലേ എന്ന് ശിശിര ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. ഗോകുൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ടെൻഷനോടെ. പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഗോകുൽ ഇതുവരെ പഠിച്ചിട്ടില്ല. സമൃദ്ധി ഇത്രയും കാലം ഗോകുലിൻ്റെ കൂടെ ഉണ്ടായിട്ടും അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് നീ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സാധിക്കില്ല. പുരുഷന്മാരുടെ ഏറ്റവും വലിയ പരിമിതിയാണത്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ സമൃദ്ധയ്ക്ക് എന്നോട് മാത്രമേ മനസ്സ് തുറക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാനിത് അവൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒന്നിച്ചൊരു ജീവിതത്തിന് അവൾ തയ്യാറായി കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. എത്ര നാളാണ് ഇങ്ങനെ അക്കരയ്ക്കര നിൽക്കുന്നത്? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഗൗരിമോളുടെ അച്ഛനും അമ്മയുമായിട്ട് ജീവിക്കുന്നു. ഇനിയും ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് സമൃദ്ധയ്ക്കിഷ്ടം. സമൃദ്ധിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അവൾ ഇന്ന് ഈ മുറിയിലേക്ക് വന്നത്. ഇനി വേണ്ട കാര്യമൊക്കെ നോക്കി കണ്ടും ചെയ്താൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ശിശിര പോകാൻ തുടങ്ങുന്നു. എന്നിട്ട് തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഞാനിന്ന് ഗൗരിമോളുടെ കൂടെയാണ് കിടക്കുന്നത്. എൻ്റെ മുറി ഞാൻ പൂട്ടി, വെറുതെ ഇനി അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നൊക്കെ ശിശിര ഗോകുലിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഗൗരിമോളുടെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയാണ് ശിശിര. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗോകുൽ. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ്. അവർ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്ന് നേരത്തെ കടയടച്ചോ എന്ന്. ഉടനെ കമല പറയുന്നുണ്ട്, ഇത്രയും സമയത്തെ കച്ചവടമൊക്കെ മതി എന്ന്. അപ്പോൾ ഇത് കേട്ട് അനഘ പറയുന്നു, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 4-5 പേരും കൂടെ വന്നേനെ, ഒട്ടും ബാക്കി വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അത് സാരമില്ല. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ബാക്കി വന്ന ചോറും കറികളും നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ കൊടുക്കാമെന്ന്. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, ഏയ് അങ്ങനെ ചിന്തിക്കരുത് മോളെ, അധികമൊന്നും ബാക്കി വന്നിട്ടില്ലല്ലോ, നമുക്കിത് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇന്ന് കൊടുത്ത കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ അതെടുത്ത് ആളുകൾക്ക് കൊടുക്കുന്നത് അത്ര നല്ല രീതിയല്ല എന്നൊക്കെ കമല പറയുമ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച സാധനം കൊടുക്കുന്നതിന് എന്താ കുഴപ്പമെന്ന്. ഉടനെ കമല പറയുന്നുണ്ട്, മോളെ ആഹാരം കഴിക്കുമ്പോൾ രുചി ഉണ്ടാക്കുന്നത് നാവിൻ തുമ്പത്ത് മാത്രമല്ല മനസ്സിലും കൂടിയാ. ഇന്ന് ബാക്കി വന്ന ചോറും കറികളും നാളെയാണെങ്കിലും നമുക്ക് കഴിക്കാം. കഴിക്കുന്ന ആഹാരത്തിന് പണം നൽകുന്നവർക്ക് അത് കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെ കമല പറയുന്നു. നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി തന്നെ വേണം വരുന്നവർക്ക് കൊടുക്കാൻ. പണം നൽകി ആഹാരം കഴിക്കാൻ വരുന്നവരാണ് നമ്മുടെ മുമ്പിൽ ദൈവം. ഈ പഴങ്കഞ്ഞി നമ്മൾ ഇത്രയും നേരം പാത്രത്തിൽ തവിയിട്ട് വിളമ്പിയതല്ലേ, നാളത്തേക്ക് ഇത് ഫ്രിഡ്ജ് വെച്ചാലും അതില്ലാതാകും, ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാമെന്നേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും കമല പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മീര പറയുന്നുണ്ട്, ഈ അമ്മ പണ്ടേ ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്നൊക്കെ മീര പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചത് ഞാനാണ്. ഞാൻ നമുക്കുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. സോറി ആൻറ്റി, ഇനി ഞാൻ അങ്ങനെ പറയില്ല എന്നൊക്കെ അനഘ ഇങ്ങനെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലാഭമൊന്നും ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റില്ല, പിന്നെ നമ്മുടെ കുടുംബത്തിലെ ചിലവ് കഴിഞ്ഞു പോകും, തൽക്കാലം നമുക്ക് അത് മതി എന്ന് കമല പറയുന്നുണ്ട്. ഈ സമയം പുറത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ഇത് കേട്ട് അനഘ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരുമെന്ന്. അപ്പോൾ മീരയും പറയുന്നുണ്ട്, എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പഴങ്കഞ്ഞിയുടെ കാര്യം ഭയങ്കര വൈറലാണ്, ആളുകളുടെ തള്ളിക്കയറ്റം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ വളരെ സന്തോഷത്തോടെ മീര പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സ്നേഹയാണ് ഇപ്പോൾ പുറത്തേക്ക് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയില്ലേ മോളെ എന്ന്. അത് മറ്റാരുമായിരുന്നില്ല, ലോനപ്പേട്ടനായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ ലോനപ്പേട്ട എന്ന് സ്നേഹ പറയുന്നു. ഒന്ന് വിളിക്കാമോ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല എന്നൊക്കെ ലോനപ്പൻ പറയുമ്പോൾ ആരാ മോളെ എന്ന് ചോദിച്ച് കമല എവിടേക്ക് വരുന്നു. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ലോനപ്പേട്ടനാണെന്ന്. എന്താ ലോനപ്പേട്ട ഈ സമയത്ത് എന്ന് കമല ചോദിക്കുമ്പോൾ ലോനപ്പൻ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, ആകെ ഒരു പരവേശം എന്ന് പറയുമ്പോൾ ഈ സമയം അവിടേക്ക് സന്ദീപും അനൂപും മീരയും വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ, ഇനിയിപ്പം ആരോടും പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ
എന്ന് ലോനപ്പൻ പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ലോനപ്പേട്ട ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും പണം ഉടൻ ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം എന്ന് സന്ദീപും പറയുന്നു. ഇത് കേട്ട് ലോനപ്പൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ? അതിനൊരു ഉത്തരം നിങ്ങൾ താ. ഇങ്ങനെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ മക്കളെ. 5 ലക്ഷം രൂപ ഈ കൊച്ചെനിക്ക് തന്നു. അതുകൊണ്ട് മനസ്സമ്മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു. കുറേ കടവുമായി. എൻ്റെ മുന്നിലും വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞായറാഴ്ച എൻ്റെ കൊച്ചിൻ്റെ മിന്നുകെട്ടാ. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാരണം മനസ്സമ്മതത്തിന് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് മുമ്പെങ്കിലും എനിക്ക് ആ പണം കൊടുക്കണം എന്നൊക്കെ വളരെ വിഷമത്തോടെ ലോനപ്പൻ പറയുമ്പോൾ, ഞങ്ങളുടെ അവസ്ഥ ലോനപ്പേട്ടന് അറിയാമല്ലോ. കയ്യിലുണ്ടായിരുന്ന അവസാന 5 ലക്ഷവും ഇവൾ ലോനപ്പേട്ടന് തന്നു എന്ന് കമല പറയുമ്പോൾ അനൂപും പറയുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും ബാക്കില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ബാക്കി പണം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തരും എന്ന് കമലയും പറയുന്നുണ്ട്. ലോനപ്പേട്ടനെ ഞങ്ങൾ ചതിക്കില്ല എന്ന് കമല പറയുമ്പോൾ, ഇത് വിശ്വസിച്ച് ഞാൻ എങ്ങനെ തിരിച്ചു പോകും എന്ന് ലോനപ്പൻ ചോദിക്കുന്നു. ലോനപ്പേട്ടൻ ധൈര്യമായിട്ട് പൊക്കോളൂ. കല്യാണത്തലേന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഞങ്ങൾ പണവുമായിട്ട് വരും എന്ന് അനൂപ് പറയുമ്പോൾ, ഉറപ്പാണല്ലോ അല്ലേ എന്ന് ലോനപ്പൻ ചോദിക്കുന്നു. ഇതുപോലെ ഒരുപാട് ഉറപ്പ് എന്നോട് നേരത്തെയും പറഞ്ഞതാ, അതൊന്നും നടന്നില്ല എന്ന് ലോനപ്പൻ പറയുന്നുണ്ട്. 2 ദിവസം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, എന്തെങ്കിലും തെളിഞ്ഞു വരും എന്ന് കമല പറയുന്നു. ഇത്രയും നാൾ മുന്നിലുണ്ടായിട്ടും ഒന്നുമായില്ല, ഇനിയാണോ 2 ദിവസം എന്നും ലോനപ്പൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ പോകുന്നു. അന്ന് വൈകുന്നേരം 4 മണി വരെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷം നിങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാനും എൻ്റെ കുടുംബവും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ലോനപ്പൻ. ഇപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ലോനപ്പേട്ടൻ ആ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം പണം കിട്ടിയില്ലെങ്കിൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നല്ലേ എന്നൊക്കെ മീര പറയുന്നത് കേട്ട് എല്ലാവരും വളരെ ടെൻഷനോടെ അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ വീണ്ടും കാണിക്കുന്നത് അർച്ചനയാണ്. ഗോകുലാണെങ്കിൽ അകത്ത് കയറണോ വേണ്ടയോ എന്നറിയാതെ ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിശിര പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ശേഷം ഇപ്പോൾ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടിട്ട് അർച്ചന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗോകുൽ. എന്നിട്ട് ശോഭനാമ്മ പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. അർച്ചന എന്നും നിൻ്റെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് നിന്നിങ്ങനെ ഗോകുൽ ആലോചിക്കുന്നത്. എന്നിട്ട് ഗോകുൽ ഇപ്പോൾ സമ്പ്രദ എന്ന് പറഞ്ഞ് അർച്ചനയുടെ തോളിൽ തട്ടി വിളിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.